ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വിൽ. ഇന്നത്തെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പാണ്. നല്ല ആരെടുത്ത കലത്തപ്പം എന്നൊക്കെ പറയും. അതായത് ഇതിനകത്ത് ഇതേപോലെ ലൈനായിട്ട് കാണാം. അതിനാണ് നമ്മൾ ആരെടുത്ത കലത്തപ്പം എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് നമ്മൾക്കിത് ഉണ്ടാക്കാനും പറ്റും. കുക്കറിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഒരുപാട് ചേരുവകളൊന്നും നമ്മൾക്ക് ഇതിനകത്തേക്ക് ആവശ്യമില്ല. സാധാരണ പച്ചരി വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം കൂടിയാണിത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത്. അതിനായിട്ട് 1 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. 4-5 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം. എന്നിട്ടിത് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇടണം. 2-3 മണിക്കൂർ വെള്ളത്തിൽ കുതിരാനായിട്ട് ഇടുക. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും എന്തായാലും ഇടണം. എന്നിട്ട് വേണം നമ്മളിത് അരയ്ക്കാനായിട്ട്. ഞാനിവിടെ 3 മണിക്കൂർ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഏതാണ്ട് 3 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം മിക്സിയുടെ വലിയ ജാർ എടുത്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പച്ചരിക്ക് പകരം വേണമെങ്കിൽ ജീരകശാല റൈസോ ബാസ്മതി റൈസോ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മട്ട റൈസിൻ്റെ ചോറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. മട്ട റൈസിൻ്റെ ചോറിന് ഒട്ടൽ കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇട്ട് കൊടുക്കുന്നത് 3 ഏലക്കയാണ്. ഏലക്ക പൊളിച്ച് അതിനകത്ത് സീഡ് മാത്രമായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ജീരകം. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അരി എടുത്ത അതേ കപ്പിൽ തന്നെയാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല പോലെ അരയ്ക്കണം. തീരെ തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. എന്നിട്ടിത് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. ഇപ്പം ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറെ പാത്രത്തിനകത്തോട്ട് ഒഴിച്ച് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾക്ക് ഇതിനകത്തേക്ക് വേണ്ട ശർക്കര നീരൊന്ന് ശരിയാക്കിയെടുക്കാം. അതിനായിട്ട് 3 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 250 ഗ്രാം വരും. ഇതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ശർക്കരയെല്ലാം നല്ലപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇരുമ്പിൻ്റെ ഒരു അരിപ്പ എടുക്കുക. അരിപ്പയിൽ കൂടെ ഇത് നേരെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച മാവിനകത്തോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്ത് നേരെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇളക്കും കൂടെ ചെയ്താൽ കൂടുതൽ നല്ലതായിരിക്കും. കാരണം നമ്മളിത് തിളച്ച ശർക്കര നീരാണ് ഒഴിക്കുന്നത്. അപ്പം ഈ മാവ് കട്ടിയാവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. കുറച്ച് നേരം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം ഈ ബാറ്റർ നല്ലപോലെ ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അത് കുഴപ്പമില്ല. നമ്മൾക്കിത് ചൂടോടെ തന്നെ വേണം ഉണ്ടാക്കാനായിട്ട്. ഇനി എടുത്തിരിക്കുന്നത് 1/4 കപ്പ് തേങ്ങാക്കൊത്തും 1/2 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞതുമാണ്. ഇത് രണ്ടും നേരത്തെ റെഡിയാക്കി വെക്കുക. ഇനി ഞാനിവിടെ 5 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. കലത്തപ്പം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് അലൂമിനിയം കുക്കറാണ്. അപ്പം അലൂമിനിയം കുക്കർ ഉണ്ടെങ്കിൽ അതെടുക്കുക. ഞാനിവിടെ അലൂമിനിയം കുക്കർ ഇല്ലാത്തത് കൊണ്ടാണ് സ്റ്റീൽ കുക്കർ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ ബ്രൗൺ കളർ ആകുന്ന വരെ നമ്മളിത് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റുന്ന സമയത്ത് തന്നെ മറ്റൊരു അടുപ്പിൽ നമ്മൾക്ക് പഴയ ഒരു പാനും കൂടെ ചൂടാക്കിയെടുക്കണം. അതായത് കുക്കർ അതിൻ്റെ മുകളിലോട്ട് കയറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മളുടെ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും കൂടെ നല്ലപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം കുക്കർ ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 30 സെക്കൻഡ് ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതിനുശേഷം വേണം നമ്മൾക്ക് തീ കുറയ്ക്കാനായിട്ട്. സ്റ്റീൽ കുക്കർ ആയതുകൊണ്ട് ഇത് അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വേറൊരു അടുപ്പിൽ പാൻ ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് കുക്കർ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നല്ലപോലെ കുറയ്ക്കുക. നല്ലപോലെ കുറച്ചതിന് ശേഷം 10 മിനിറ്റ് ഇത് വേവിക്കേണ്ടി വരും. വിസിലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒരു പാനിനകത്താണ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 10 മിനിറ്റ് കഴിയുമ്പം ആവി വരാൻ തുടങ്ങും. ആ സമയത്താണ് നമ്മൾ കുക്കർ ഓഫ് ചെയ്യേണ്ടത്. ചിലപ്പം 10 മിനിറ്റിൽ കൂടുതൽ എടുക്കാം. എനിക്കിവിടെ 10 മിനിറ്റ് ആയപ്പോൾ തന്നെ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പം ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് 5 മിനിറ്റും കൂടെ ഇതേപോലെ തന്നെ ചൂടായ പാനിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ കുക്കറൊന്ന് ഓപ്പൺ ചെയ്യാണ്. നമ്മുടെ കലത്തപ്പം കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ആവി വെള്ളം വീഴാതെ ശ്രദ്ധിക്കണം. ഇനി നമ്മൾക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മളുടെ കലത്തപ്പം നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. തണുക്കുമ്പം ഇതിൻ്റെ സൈഡിൽ നിന്നെല്ലാം ഇതേപോലെ വിട്ട് വരും. അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുക
കലത്തപ്പം റെഡി ആയിട്ടുണ്ട് എന്നുള്ളത്. ഇനി കുക്കർ നേരെ കമഴ്ത്തി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. നമ്മൾക്കിത് വേറൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. അതുകൊണ്ട് ഇത് മുറിക്കുമ്പം ശ്രദ്ധിക്കുക, പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഇത് മുറിച്ച് കഴിയുമ്പം അതിൻ്റെ ഉള്ളിലായിട്ട് നിറയെ ലൈൻ ഉണ്ടെങ്കിൽ നമ്മളുടെ കലത്തപ്പം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ലൈനായിട്ട് വരുന്നതിന് പറയുന്നതാണ് നല്ല ആരെടുത്ത കലത്തപ്പെന്ന്. നമ്മൾക്കിത് നല്ല ആരെടുത്ത കലത്തപ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ മെത്തേഡ് ട്രൈ ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇത് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്